ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചിലപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വരുന്ന അവസാനത്തെ പ്രീ മാർക്കറ്റ് ആയിരിക്കും. അപ്പം വീഡിയോ മൊത്തമായിട്ടും കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു മുന്നേ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളതാണ്, പല ഗ്രൂപ്പിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇനി പ്രീ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നെയും പലരും നിർബന്ധിക്കും വേണം, അപ്പം ഒരാളെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോഴും പിന്നെയും തോന്നാറുണ്ട് ഞാനിത് വെറുതെ ചെയ്യുന്നതാണ്. കാരണം ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാര്യം കാണാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഒരു സാധനം ആർക്കും ഉപയോഗപ്പെടുന്നില്ല എന്നാണ്, അല്ലേ? ഇപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയും. ആ സ്വരം മോശമായി തുടങ്ങുമ്പോഴത്തേക്കും കേൾക്കാൻ ആൾക്കാരുണ്ടാവത്തില്ല. അതുപോലെയാണ് ഈ നമ്മുടെ വീഡിയോയ്ക്ക് കാണാൻ ആൾക്കാരില്ല, വ്യൂസ് ഇല്ല എന്നൊക്കെ തോന്നുമ്പം അതുകൊണ്ട് ആർക്കും ഉപയോഗമില്ല എന്ന് തോന്നുകൊണ്ടാണ് പലപ്പോഴും അത് നിർത്താൻ ശ്രമിക്കുന്നത്. കാരണം ഈ നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു അനാലിസിസ് ചെയ്യുന്നത് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ നേരെ മറിച്ച് ചില യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂസ് ഉണ്ട് പ്രീ മാർക്കറ്റിന്. പക്ഷെ ആ പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ആയിരിക്കും നാളത്തെ 4 വര അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഇങ്ങനെ പറയുന്നത്. ബാക്കി 28 മിനിറ്റും തലേന്നുള്ള ചാർട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്തെങ്കിൽ 40 പോയിന്റ് അല്ലെങ്കിൽ 100 പോയിന്റ് താഴോട്ട് കിട്ടും, മാർക്കറ്റ് താഴോട്ട് വന്ന് തലേന്നുള്ള ചാർട്ട് എടുത്ത് വെച്ച് കഥ പറയുന്ന വീഡിയോകളാണെല്ലാം. അതിൻ്റെയൊക്കെ റീച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അടുത്ത ദിവസത്തെ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞിട്ട് ആർക്കും അത് വേണ്ട. ഈ തലേന്നുള്ള ചാർട്ട് എടുത്ത് വെച്ച് കഥ പറയുന്ന വീഡിയോകൾക്കാണ് പലർക്കും ഇഷ്ടം. എനിക്കാണെങ്കിൽ അത് പറയാനും അറിയത്തില്ല. ഇന്നലത്തെ ചാർട്ട് എടുത്ത് വെച്ച് കഥ പറയാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഇന്നലത്തെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ചാർട്ട് കണ്ടോ? ഇത് ഇന്നലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ തന്ന ലെവലാണ് വീക്ക്ലി അനാലിസിസിൽ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ ഈ സപ്പോർട്ട് 25,655, 25,638 സപ്പോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ മതിയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ 100 പോയിൻ്റാണ് ടാർഗറ്റ്, ഇല്ലേ? ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ വരയ്ക്കും നിങ്ങൾക്ക് 100 പോയിന്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അടുത്ത് മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്ത ഈ ലെവലാണിത്, ഈ ഒരു ബ്ലൂ ലെവല്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വീണ്ടും എൻട്രി എടുത്താൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് വീണ്ടും എൻട്രി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടി 80 പോയിന്റ് ടാർഗറ്റ്. അടുത്ത് മാർക്കറ്റ് വീണ്ടും വന്നു, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. നിങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ മതിയായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് ക്യാൻഡിലുണ്ട്, ഇല്ലേ? ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് റിവേഴ്സ് ക്യാൻഡിൽ കറക്റ്റ് എൻട്രി പോയിന്റ് ആണ്. ഞാൻ തന്ന ലെവലും കൃത്യമാണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും 100 പോയിന്റിന് മുകളിൽ ഇതുവരയ്ക്കും റാലി നടത്തി, ഇല്ലേ? അപ്പം കൃത്യമാണ്, എൻ്റെ ലെവലുകൾ കൃത്യമാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ ലെവൽ മാത്രം. എനിക്ക് തന്നെ ചിരി വരുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ തള്ളി ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ അത്തരം വീഡിയോകളോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യുകയോ ലെവൽസ് വരയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് ഇല്ല. ഞാൻ കഴിഞ്ഞ അവസാനമിട്ട വീഡിയോയുടെ ഒരു അനാലിസിസ് ആണിത്. അതായത് ഇത് വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ ആണ്. ഇന്നലത്തെ ഇടാത്തത്, അതിൽ എൻ്റെ റവന്യൂ വന്നിട്ടില്ല. റവന്യൂ നാളെ വരത്തുള്ളൂ, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഈ ഒരു വീഡിയോയുടെ മൊത്തം വ്യൂസ് എന്ന് പറയുന്നത് 375 വ്യൂസാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 375 വ്യൂസാണ് ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 78 രൂപ 94 പൈസയാണ്. ഒരു 1000 വ്യൂ വന്നു കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 1000 വ്യൂസാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വരയ്ക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിയുന്നു, 2-2.5 വർഷം ആവുന്നു. ഇന്ന് വരയ്ക്കും എൻ്റെ ഒരു പ്രീ മാർക്കറ്റ് വീഡിയോ പോലും 1000 വ്യൂസ് വന്നിട്ടില്ല. അത്
ഇതിപ്പം 1000 വ്യൂസ് വന്നാലും ഇത് കിട്ടുന്ന ചിലപ്പോൾ ഒരു 150 200 രൂപ എന്ന് വെച്ചോ. ഇപ്പോഴത്തെ ഇവിടെ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈം കാണാം, 8 മണിയായി. 8 മണിക്കാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നെ അറിയാമെന്നുള്ള പലർക്കും അറിയാം, ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 8 മണിക്ക് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. 6 മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതാണ്. ഒരു 2 മണിക്കൂർ എടുക്കും ഒന്ന് അനാലിസിസ് ചെയ്ത് ചാർട്ടൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 8 മണി. പിന്നെ ഇതിന് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 10 മണിയാവും. 10 മണിക്ക് ഇവിടുത്തെ 10 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ രാവിലെ 3:30 മണിക്കാണ് നാട്ടിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. 3:30 മണിക്ക് ഇന്ത്യയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. പിന്നെ ഞാൻ എണീക്കുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് എണീറ്റ് വീണ്ടും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് തരുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് ഈ 78 രൂപ എന്ന് പറയുന്നത് ഒരു 100 രൂപ നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ലണ്ടനിലെ പൗണ്ട് നോക്കുകയാണെങ്കിൽ 80 പൈസയാണ്. 80 പൈസയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു 118 രൂപ കണ്ടാണ് ഇപ്പം ഒരു പൗണ്ടിന് ഇന്ത്യൻ റേറ്റ് വരുന്നത്. എനിക്ക് 1 മണിക്കൂർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 10 പൗണ്ട് കിട്ടും. 1 മണിക്കൂർ 10 പൗണ്ട്. ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ 1150 രൂപ. 1150 രൂപ. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ ടൈം എടുക്കും. ആ സമയത്ത് ഞാൻ ഇവിടെ പാർട്ട് ടൈമായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ എത്ര ഇരട്ടി കിട്ടും. എന്നിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് അതൊരു പാഷനായതുകൊണ്ടാണ്. എന്നിട്ടും അതിനൊരു റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ഉപയോഗം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഏകദേശം 1800 പേരുണ്ട്. 2 ഗ്രൂപ്പിലും കൂടെ 1800 പേരുണ്ട്. അതിൻ്റെ പകുതിയുടെ പകുതി ആൾക്കാർ പോലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉപയോഗമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് തുടരുന്നത് കൊണ്ട് അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്തേക്ക് ഇങ്ങനെ പല വീഡിയോയിലും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയും ഇത്ര റീച്ച് വേണം, ഇത്ര കമൻ്റ് ഇടണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം വന്നിട്ട് ഒരു 100 കമൻ്റൊക്കെ ഇടും. ആ വീഡിയോ ഒരു 700-800 വ്യൂസിലോട്ട് പോകും. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം പറയണം. അതും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഞാൻ ഇത്രയും വീഡിയോ ചെയ്തിട്ട് 2.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതിനപ്പുറത്ത് ഞാൻ പറയാറുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത്, പിന്നെ വെറുതെ ഈ സമയം കളഞ്ഞിട്ട് വെറുതെ ഈ കുത്തിയിരുന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ്. പിന്നെ ചിലർ വിചാരിക്കും, വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ വിചാരിക്കും എന്തിനാണ് പാലാഴിയുടെ വീഡിയോ കാണുന്നത്, പാലാഴി ലൈവ് മാർക്കറ്റിൽ ലെവൽസ് തരുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വീഡിയോ കാണാത്തത്. അതും ഒരു കാരണമായിരിക്കും. കുത്തിയിരുന്ന് എന്തിനാണ് 15 മിനിറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നത്. അതിനേക്കാളും രാവിലെ പാലാഴി 3 മണിക്ക് എണീക്കും. വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് നമുക്ക് ജോലിക്ക് പോകുന്നവരെ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ താഴെ ഫയേഴ്സിൻ്റെ ലിങ്കുണ്ട്. എനിക്ക് ഫയേഴ്സിൻ്റെ ഫ്രാഞ്ചൈസി ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. താല്പര്യമുള്ളവർ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ ക്ലയൻറ്റ് ഐ ഡി അയച്ചു കഴിഞ്ഞാൽ ഫയേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവിടെ ആഡ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ 1000 പേര് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ലൈവ് മാർക്കറ്റിൽ വാട്സപ്പിൽ കൊടുക്കുന്ന അപ്ഡേഷൻസും ഞാൻ നിർത്തും. കാരണം വീഡിയോ കാണേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും എന്ന് വിചാരിച്ച് കുറേ പേരിരിക്കുമല്ലോ, അതും വേണ്ടെന്ന് വയ്ക്കുകയാണ് ഞാൻ. ഫയേഴ്സിൻ്റെ ക്ലയൻസ്, കാരണം അവർ എൻ്റെ ക്ലയൻസ് ആണ്, അവർക്ക് ഞാൻ ലൈവ് മാർക്കറ്റിൽ എന്തായാലും അപ്ഡേഷൻസ് കൊടുക്കും. അപ്പോൾ മുടങ്ങാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഫയേഴ്സിൻ്റെ ലിങ്ക് ഉണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ ക്ലയൻറ്റ് ഐ ഡി അയച്ചു തന്നാൽ മതി. ഇത് അവസാനത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു 1000 വ്യൂസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ പ്രീ മാർക്കറ്റ് ചിലപ്പോഴേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ മാത്രം കണ്ടതുകൊണ്ട് കാര്യമുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈക്കോ അടിച്ചു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു 5 പേരിലോട്ട് റെക്കമെൻഡേഷൻ പോകും. അതുപോലും നിങ്ങൾ ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഫയേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാലും മതി. ചിലപ്പോൾ നാളെ മുതൽ ഈ വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ച മുതൽ ചിലപ്പോൾ വലിയ അപ്ഡേഷൻസ് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിരിക്കും ചിലപ്പോൾ ഞാൻ ലൈവ് മാർക്കറ്റിൻ്റെ അപ്ഡേഷൻസ് ഇടുക. ഇതിൽ നമുക്ക് ഫോട്ടോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ചാർട്ട് ഇടത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാനിതിൻ്റെ
അപ്ഡേഷൻസ് മാത്രമേ ചിലപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടും. താല്പര്യമുള്ളവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രീ മാർക്കറ്റിലോട്ട് പോവാം. വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, പെട്ടെന്ന് തീർക്കാം. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഒരു മിക്സഡ് ആയിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 224 പോയിന്റ് ഡൗണും S&P 17 പോയിന്റ് അപ്പും നസ്ഡാക്ക് 116 പോയിന്റ് അപ്പുമാണ്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 28 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ ഇന്നലത്തെ നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് ഒരു പോസിറ്റീവ് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും 25,669 ഒരു മെയിൻ സപ്പോർട്ടാണ്. ഇതിന് താഴെ ഡേ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പ്രധാനപ്പെട്ട ലെവൽസിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ട് എടുക്കുകയാണ് ഞാൻ. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് നമുക്ക് ഇതിൻ്റെ താഴെ ഓപ്പണിംഗ് വന്നിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് പോയി. ഇത് നോൺ ട്രേഡിംഗ് സോണായിരുന്നു, ലെവലായിരുന്നു. ഇതിന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,920 എടുക്കാൻ പറഞ്ഞ്, താഴോട്ടാണെന്നുണ്ടെങ്കിൽ 25,625. ഇന്നും ലെവൽസിൽ മാറ്റമൊന്നുമില്ല, സെയിം ലെവൽ തന്നെയാണ്. 25,820 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ടാർഗറ്റ് 25,920 വരയ്ക്കും. 100 പോയിന്റിൻ്റെ ടാർഗറ്റാണ്. പിന്നെ അടുത്ത ലെവൽ വരുന്നത് 25,920 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,000 വരയ്ക്കും മാർക്കറ്റ് ചിലപ്പോൾ ഒരു ബുള്ളിഷിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബുള്ളിഷിനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. മുകളിലോട്ട് 2 ലെവൽസ്, താഴോട്ട് സെയിം ലെവൽ തന്നെയാണ്. 25,710 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 625 ഫസ്റ്റ് ടാർഗറ്റ്. ഏറ്റവും താഴെ വരുന്നത് 25,511. അതാണ് താഴത്തെ ലെവൽസ്. ഓക്കെ, അപ്പം ബാക്കി ഇൻട്രാഡേ ലെവൽസ് ഞാൻ നോക്കട്ടെ എവിടെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത്. ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ എൻ്റെ വ്യൂസ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിന് ഒരു 1K എങ്കിലും റീച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് ഞാൻ ഇൻട്രാഡേ ലെവൽസ് വരച്ചിട്ടില്ല. കാരണം അതുകൊണ്ട് വരച്ചിട്ട് ഗുണമില്ലാത്തതുകൊണ്ടാണ്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. എങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസും ചാർട്ടും ഇടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുക നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.